ഉച്ച കഴിയുന്ന കാര്യം വൈകുന്നേരം വർക്കും കഴിഞ്ഞ് വന്നിട്ട് പിന്നെ This is in moderation. I made the Take top frequent 3 breaks just now. and play responsibly. Awesome. Let's fight together. മാസി ഷോട്ട് ഗൺ വാങ്ങിയില്ല? ഇല്ല, ഒരെണ്ണം കൂടി വേണം മിത്തിക്കമ്പളം. അത് മറ്റേത് 160 യൂസിക്ക് കറക്ക 10 കറക്ക എന്തായാലും ഒരെണ്ണം ഗ്യാരണ്ടിയാണ്. ആ ഇതിൽ കേറിയിട്ട് 160 യൂസ് എടുത്തിട്ട് 10 കറക്ക 10ന്റെ കറക്ക എന്തായാലും കിട്ടും. സെറ്റാക്കണം. രണ്ട് മെറ്റീരിയൽ ഞാൻ എടുത്തിട്ടുണ്ട്. എസ്റ്റെൽവിന്റെ എസ്റ്റെൽക്കേന്റെ SLK എടുത്തു. ചാർലി കാമ്പോ നോ പ്രോബ്ലം. ചാർലി വിട്ടൊരു കളിയില്ലായിരുന്നു. ചാർലി വിട്ടുള്ള കളിയല്ല, അത് ഡിസ്റ്റൻസ് നോക്കിയിട്ടാണ് കളിക്കേണ്ടത്. ഇപ്പം ഇല്ല, നമ്മൾ ഡിസ്റ്റൻസ് ആണെങ്കിലും ചാർലി തന്നെ പോകും. അവിടെ എന്താ ചാർലി ലൂട്ട് സെറ്റ് ആവും. താഴെയും കൂടെ പോയി ലൂട്ട്. അതെ, ഈ ക്യാമ്പില്ലേ, ക്യാമ്പ് ആൽഫ, ക്യാമ്പ് ചാർലി, ക്യാമ്പ് ബ്രാവോ, ഇത് മൂന്നും സെയിം ലൊക്കേഷനാണ്. പല ഏരിയ ആന്നേ ഉള്ളൂ. എല്ലാ ബിൽഡിങ്ങും എല്ലാ സാധനവും സെയിം ആണ്. പക്ഷെ ചാർലി എന്ന് പറയുമ്പോ ചാർലിയുടെ അടുത്ത് നിയർ ആയിട്ട് ആ റിവർ ഉള്ളതിന്റെ ഒരു കുറച്ച് ബാന്തായി പോയി ലൂട്ട് കിട്ടിയില്ലെങ്കിൽ അതാണ് ഒന്നാമത്തെ കാര്യം. ഇവിടെ ആണെങ്കിൽ ലൂട്ടും സെറ്റ് ആവും നമുക്ക് അത്യാവശ്യം. പിന്നെ അത് കഴിയുമ്പോ പിന്നെ ഫൈറ്റ് എടുക്കാനും. എത്ര ദൂരമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ പാരച്ചിട്ടൊക്കെ ഓപ്പൺ ആക്കി ചാടും. ഇവിടെ വേണം. I got supplies. ഇവിടെ 2 M4 കിടപ്പുണ്ട്. ഇവിടെ കണ്ടൊരെടുത്തു. ഷോട്ട്ഗൺ എടുക്കുന്ന ആരെല്ലാം? I got supplies. സെൽഫ് റിവൈവ് കിറ്റ് ഉണ്ടോ? I got supplies. I got supplies. ഒന്ന് ഞാൻ എടുത്തു. ഒന്നെടുത്തോണ്ടല്ല മറ്റേ പിക്ക് ചെയ്യാൻ പറ്റാത്തത്. ഇവിടെ 2 ചിലപ്പോ വരും. 2 ചിലപ്പോ സമയത്ത് ചെറിയ സമയത്ത് ഞാൻ എന്നാ ബണ്ടായി വരെ പോയിട്ട് വരാം. പോയില്ല മേടിക്കും കഴിഞ്ഞ ആളെ അത്രയും സ്മോക്ക് എടുത്ത് വെച്ചിട്ടും അമ്മ അടിച്ചെന്നുള്ളത്. അവന്മാരൊരു മര്യാദ ഇല്ലാതെ കടന്ന് സ്പ്രേ ചെയ്യണേ എന്താണോ എന്തോ. എത്തുവഴി പോയാലും കൊള്ളുവാങ്ങ. ദീപക് എന്നാണോ? ദീപക്കാണോ? ദീപക് അടിയുടെ ബഹളത്തിനകത്ത് കള്ളനായന്റെ ഒടുക്കത്തടിയ ആക്കറാണ്. അവന് മറ്റേ ഇതാണ്, യെല്ലോ ബോഡിയാണ്. ഞങ്ങള് 4 പേരും നോഗ്രാസ് ഇതായിട്ട് 4 പേരും ലാസ്റ്റ് ഒറ്റയ്ക്ക് അവനെടുത്ത് എന്തുമാത്രം അവനിട്ട് കൊടുത്തു. ഒരു തരി തല എവിടെയിലിട്ട് അപ്പ നോക്കാം ദീപക്. എന്നിട്ട് ഞങ്ങള് കുറച്ചേരം കളി ഇരിക്കാതെ ഇതായി. അത് മീൻസ് വേറെ മാപ്പിട്ട് നൈറ്റിന് അടുത്ത കണ്ടിന്യൂവേഷൻ തന്നെ 2 കളിയാവും തന്നെ അവൻ വന്നു. നമ്മളൊരു കളി ഇപ്പൊ കഴിഞ്ഞാൽ സെയിം എൻഡ് ആയി ഒരെണ്ണം സ്റ്റാർട്ട് കൊടുത്താൽ സെയിം ഇപ്പൊ ഉള്ള അതേ ഒപ്പോണൻസ് തന്നെ വരും, കയറി വരും. സപ്രസർ അടി വന്നു. അതാരാ സപ്രസർ അടിച്ചത്? എനിമിയാ. സപ്രസർ ബോട്ടിലുണ്ടല്ലോ.
എനിമി ഒന്നല്ല ബോട്ട് സപ്രസർ ഇട്ട് ആ രണ്ടുപേരും എല്ലാം കിട്ടുന്നില്ല. മറ്റേ തോംസണും സപ്രസർ ഇട്ട് അടിക്കും. SK12 കിടപ്പുണ്ട് ഇവിടെ. I got supplies. I got supplies. മക്കളെല്ലാം അടിച്ചു 3x വേണോ? 2 മതി. സ്റ്റോക്ക് വേണോ? സ്റ്റോക്ക് വേണോ ജിബിനെ? സ്റ്റോക്ക് വേണം. സ്റ്റോക്ക് ഇപ്പൊ കിട്ടും, മറ്റേ പുതിയ സ്റ്റോക്ക് കിട്ടുമല്ലോ. അതെ, രണ്ടും പുതിയ സ്റ്റോക്ക് എന്റെ മുമ്പായിരുന്നു ഭയങ്കര ഇത് തൊല്ല. അതിനെ ഞാൻ കൊല്ലും. ഞാൻ എത്തുന്നതിന് മുന്നിൽ കൊന്നില്ല, ഞാൻ കൊല്ലും ഉള്ള കാര്യം ഇപ്പോഴേ പറയാം. ഇവിടെ മായിര പോട്ട് 6x അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നു. ഒരു അടി കൊണ്ടുമ്പോൾ 2x ഇവിടെ ഉണ്ട്. 2x ഇവിടെ ഉണ്ട്. ഇപ്പൊ വന്നപ്പോ 2x ഉണ്ടോ? I got supplies. I got supplies. ഇതെല്ലാം കേട്ടോണ്ട് എനിക്ക് ബുള്ളറ്റ് എടുക്കാനും പറ്റത്തില്ല. 2 സ്റ്റോക്ക് കയറിയിരിക്കുന്നു. സ്റ്റോക്ക് നീ അവിടെ മാർക്ക് ചെയ്യേ, ആവശ്യക്കാരെ എടുത്തോളും. എന്തിനാണ് ചുവന്നോണ്ട് നടക്കുന്നത്? ഇത്ര ലോങ് വരണ്ടേ? ഇത്ര ലോങ് വരണ്ടേ? എവിടെയാ നീ? അവിടെ ഞാൻ ബന്ധായി. അവിടെ കുഴപ്പമില്ല, എല്ലാം അത്യാവശ്യം സെറ്റാ. 2 സപ്രസർ മാത്രം മേടിക്കാനുള്ള പൈസ ഉണ്ട്. ആരെങ്കിലും ഒരു 5 കോയിൻ തരണം. കയ്യിലുണ്ടായിരുന്നു, ഞാൻ വാങ്ങി. ഇപ്പൊ ഒരു 3 എണ്ണം ഉണ്ട്. ഇവിടെ മെഷീന്റെ ഇവിടെ ഒരു വീടിന്റെ മുകളിൽ ഇട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. I got supplies. I got supplies. ഇവിടെ എന്തിയേ? എന്തുവാ ഇവിടെ കാണിക്കുന്നത്? ഇവിടെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോ അങ്ങോട്ട് പോകുന്നു. കിച്ചു SK12 വാങ്ങി. SK12 അപ്ഗ്രേഡ് മറ്റേ അത് കിട്ടി റെഡിയും ചെയ്തു. അപ്ഗ്രേഡ് ചെയ്തോ? എവിടെ അപ്ഗ്രേഡ് ചെയ്യാൻ മെറ്റീരിയൽ സെറ്റ് ആവുന്നുണ്ട്. 2 മെറ്റീരിയൽ ഉണ്ട്. ഞാൻ ഇപ്പൊ വാങ്ങി. ഇപ്പൊ ഇത് കറക്കിയിട്ട് എടുത്തല്ലോ. 160 യൂസ് കൊടുത്തിട്ട് 10 കറക്കി. അപ്പൊ ഒരു ക്രിസ്റ്റൽ കിട്ടി, ഗ്യാരണ്ടീഡ്. അപ്പം അത് വെച്ചിട്ട് 3 കോയിൻ കൊടുത്ത് അത് വാങ്ങി. കിച്ചുവിന്റെ ഉണ്ടായിരുന്നു അത് 6 എണ്ണം ക്രിസ്റ്റൽ. ആ പോട്ടർ എന്നെ അടുത്തെന്നറിയോ? അവൻ മറ്റേ ഊസിയും പിന്നെ വേറെ ഒരു ഡ്രസ് കൂടെ വാങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അത് കഴിഞ്ഞ ഇത് കാണിച്ചപ്പോഴാണോ അയ്യോ ഇതാ അങ്ങനെ എങ്ങനെയാ ഇവിടുന്നായിരുന്നു. മാർക്ക് ചെയ്തോണ്ട് ഞാൻ എടുത്തോണ്ടിരുന്നു. 3 കോയിൻ തന്നെ ആ വീടിന്റെ മുകളിൽ ഇട്ടിട്ടുണ്ട്. പറഞ്ഞപ്പോ അവിടെ തന്നെ കിട്ടിയിട്ടില്ല.
മതി. സ്റ്റോക്കിന് ആർക്കെങ്കിലും കിട്ടാണ്ടെന്നാണ് ആണ്ട് കിടക്കുന്നത്. നോർമൽ സ്റ്റോക്ക്. I got supplies. നോർമൽ സ്റ്റോക്കാണ് ഇച്ചിരി നല്ലല്ലേ? എന്തോ എനിക്കൊന്ന് അതാണ് സ്റ്റോക്ക്. അത് കിട്ടാവും. ഇത് അഡ്ജസ്റ്റബിൾ സ്റ്റോക്കാണ്. ഇത് നമ്മൾ പടത്തിൽ അങ്ങനെ കാണുന്നുള്ളൂ. ഒറിജിനാലിറ്റിയിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുക. മറ്റേ ആദ്യമുള്ള സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റബിൾ അല്ല. ഇത് നമ്മുടെ സ്റ്റെബിലിറ്റി ഉണ്ട്. ചവിട്ടിത്തേക്ക് സൗണ്ട് കേട്ടായിരുന്നു. ശബ്ദം കേട്ടായിരുന്നു. പിന്നെ അവിടെ വരെ കറങ്ങി വരുമ്പോ നീ എന്തായാലും അടിക്കും. ആ സൈഡ് ആയിരിക്കും സോണ് 15 സൈഡ്. അറിയില്ല, ഞാൻ ചുമ്മാ ഈ സൈഡ് വന്നു പറയാൻ പറ്റില്ല. ഒന്നെങ്കിൽ അപ്പുറം വരും, ഒന്നെങ്കിൽ ഇപ്പുറം വരും. മാസി അവനിപ്പോ റെഡ് റൈസർ ഇല്ല കളിക്കാൻ. ഫ്രണ്ട് ചെയ്ത് വിട്ടിരിക്കുകയാണ്. സ്കോപ്പ് ചെയ്യുമ്പോ പുതിയ കാണിക്കത്തില്ലേ? ആര്? ഇതിനെ പെറ്റ് ഉണ്ടല്ലോ, പെറ്റ്, നമ്മുടെ പെറ്റ്. അത് ഞാൻ ഓഫ് ചെയ്ത് സ്കോപ്പ് ചെയ്ത് ഞാൻ കാണത്തില്ല. അല്ലാതെ നോർമലി എല്ലാം എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒപ്പോണൻസിനും കാണാം. അങ്ങനൊക്കെ ഉണ്ട്. ഇത് എന്നാ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇത് എല്ലാം ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ കീഴേല് നമ്മൾ സ്കോപ്പ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ കീഴെ വന്നു. ഇപ്പൊ ഞാൻ കിടക്കുകയാണ്, എൻ്റെ അടുത്ത് വരും. അപ്പൊ എനിമീനെ അടിക്കുന്ന സമയത്തൊക്കെ കവറ് വരും. മനസ്സിലായോ? അപ്പൊ സ്കോപ്പ് ഓണിന് അത് എനേബിൾ അല്ല, അത് ഡിസേബിൾ ആക്കിയിരിക്കും. എനേബിൾ ആക്കിയാൽ നമ്മള് സ്കോപ്പ് ചെയ്യുമ്പോൾ അതിന്റെ ഫ്രണ്ടിൽ കൂടെ പോകും ചെയ്യും, അടിക്കാൻ പറ്റത്തില്ല. ഫ്രണ്ട് ബോംബൊക്കെ ഇടുന്ന സമയത്ത് കിച്ച് പറയാൻ നേരിട്ടില്ലടാ. അല്ലല്ല, അവന്റെ ഡ്രാഗൺ കേട്ടോ. ഇപ്പൊ ഞാൻ കടന്നു കഴിഞ്ഞാൽ എന്റെ കീഴെ വന്നുണ്ട അങ്ങനെ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന ആ സമയത്ത് സ്കോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടൂല. കളിക്കുന്ന കിച്ചു എന്ന് പറഞ്ഞൊരു പേരുണ്ട്. അവന്റെ ഡ്രാഗൺ ബോംബൊക്കെ എന്റെ 4 പെറ്റ് മറ്റേ ബാക്ടീരിയയുടെ അതുകൊണ്ട് പിന്നെ ഒരു വലിയ സാധനം വരുന്നു. അതൊക്കെ ആദ്യം ഇവന്റ് എന്ന് പറയുന്ന സമയത്ത് ഇറങ്ങിയ സാധനങ്ങൾ. അതൊക്കെ അന്ന് നമുക്ക് അത്ര ഇഷ്ടപ്പെട്ട ഇവന്റ് മറ്റേ അതായിരുന്നു. I got supplies. പിരമിഡിന്റെ ഇവന്റ് ഉണ്ടായിരുന്നില്ല, അത് പൊളി സാധനമായിരുന്നു. കുന്നുംപുറത്ത് എനിമിയുണ്ട് കേട്ടോ. Watch out. കുന്നിന്റെ മുകളിലാണ്, അത് ഒരുത്തനേ ഉള്ളു. ചുമ്മാ ബോട്ടാണെങ്കിൽ ഒറ്റയടിക്ക് ചിലപ്പോൾ കിട്ടും. പൈനാന് കയറാന്ന്. എന്താണ്, എങ്ങോട്ടാണ്, എങ്ങനെയാണ്? പൈനാൻ വഴി അപ്പുറം പോകും. അപ്പുറം മേളി പിടിക്കണം. അപ്പുറമാണ് ഇപ്പുറമാണെന്ന് അറിയത്തില്ലേ. വണ്ടി എടുക്കണം. വണ്ടി ഇവിടെ ഇതാണ്. ഇവനെ ഓപ്പണിൽ നിൽക്കാതെ മേളി കവർ ചെയ്യാം. കവർ നിന്നിട്ട് നമുക്ക് നോക്കാം. ഫോൺ നോക്കിട്ട് അപ്പുറം മേളിൽ അങ്ങ് ഏറ്റവും ടോപ്പില് ഇതില് വണ്ടി കുത്തിയിട്ടുണ്ട്. അല്ലല്ല, അങ്ങ് ഫൈനാന്റെ അവിടുത്തെ. മറ്റേ മാസി മറ്റേ എക്സിക്യൂട്ടീവിന്റെ സ്ലീപ്പർ ഇതില്ലേ, ടോക്കൺ പോയി. അതൊരു
വല്ലാത്ത മൈരാണ്. ഏത് കാലത്ത് അപ്ഗ്രേഡ് 999 യൂസ് ചെയ്യണം ഒരെണ്ണത്തിന്. അത് 300 വേണം. 5 സിൽവറും 300 ഗോൾഡും കൊടുത്താലാണ് ലെവൽ 2 ആകുന്നത്. എവിടുന്ന് മേടിക്കാം? Marked an airdrop. രണ്ട് പേരുണ്ട്. അപ്പുറത്തോടായിരിക്കും. ഇവിടാടാ കറക്റ്റാ. നോർമലി അടിക്കാം, മേളിൽ നിന്ന് അടിച്ച് ഇറങ്ങാം നമുക്ക് താഴെ. റോബിൻസിന് സ്കോഡ് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറാൻ താല്പര്യമുണ്ട്. റോബിൻസിന്റെ അവിടെ നിന്ന് കയറാൻ പോയിട്ട് പണം. ഇവിടെ ആരെല്ലാം ഉണ്ടോ? Marked a location. ഉണ്ടോ? ആ ഭാഗത്താരെല്ലാം എനിമി ഞാൻ പറഞ്ഞില്ല. അവിടെ അവിടെ ഒന്നും ഇല്ല. അപ്പൊ ആ സൈഡ് പിടിക്കാം. ആ സൈഡ് പിടിച്ചിട്ട് അങ്ങോട്ട് നോക്കിയാൽ മതി. ഭാരതനൊക്കെ ഇപ്പൊ നമ്മള് പോണ ബ്രിഡ്ജിന്റെ Head toward this point. അപ്പുറം റൂണിസിന്റെ അവിടെ ഇങ്ങോട്ട് കയറാം. 10 പേരുള്ളത് എവിടെയാണ്? സൈലന്റ് കില്ല വലിയ പ്ലെയേഴ്സ്. Marked a location. ഇവിടെ Marked a location. പാറയുടെ വ്യത്യാസമുണ്ട്. ചെറുതായിട്ട് കാണാം. പാറയുടെ പുറകെ അങ്ങോട്ട് ഓടിയ അവിടെ ഉണ്ട്. Marked a location. അവിടെ എടുക്കാൻ നോൺ ഡ്രോപ്പല്ല. Watch out. ഈ കല്ല് അറിയലുണ്ടോ? ആർക്കടാ ഫൈറ്റ്? അടിച്ച് കോച്ച് വന്നപ്പോ അപ്പുറം ഇപ്പുറം റൈറ്റ് ലെഫ്റ്റ് ഒക്കെ ആവണ്ടോ? അവിടെ പാമ്പായിരുന്നു 2 എണ്ണം. നെടനേട്ട് അവന്മാരാണ് ആ വണ്ടി എടുത്ത് വന്നിട്ട് അവിടെ നിൽക്കുന്നത്. അവന്മാരുടെ ടീംമേറ്റ് ആണ് അക്ഷരമുള്ള 2 പേരെ. ഒരാള് അവിടെ അടിച്ചത് കവർ കിട്ടി. അടിക്കണം. സ്മോക്ക് ഇടണേ. ഒരു സ്മോക്ക് ഇട്ടേടാ. സ്മോക്ക് എന്റെ ഉള്ള ഞാൻ ഇട്ട. ചുമ്മാ സ്പ്രേ ചെയ്യുന്നുണ്ട്. എന്റെ ഒരു ബുള്ളറ്റ് ഇല്ല. അടി ഈ റിഡ്ജി വന്ന് കൊള്ളുക. തൊട്ട് ഫ്രണ്ടിലെ റിഡ്ജിലാടാ കൊള്ളുന്നത്. അടി ഫുള്ള് റിഡ്ജി കൊള്ളുക. എടാ ഒരു കുറച്ച് ബുള്ളറ്റ് വരാമെങ്കിൽ ഇപ്പൊ തീർക്കാം. വെള്ളത്തിൽ ചാടി. Marked a location. അടിച്ചടിച്ച് ഉണ്ടോ മൊത്തം തീർന്നല്ലേ. Watch out. അതിന്റെ പുറകിലുണ്ട്. Watch out. എത്ര പേരുണ്ട്? 4 പേരുണ്ട്. ഇപ്പൊ എടുക്കാം.
എടാ 5M ബുള്ളറ്റ് തരാ. എവിടെയാ നിങ്ങള്? ഞാൻ ഈ താഴെ മുന്നിൽ ഡേഞ്ചർ ഉണ്ട്. റൈറ്റ് ആള്. ഓ ഇത് കിട്ടാമല്ലോ എല്ലായിടത്തും കിട്ടുന്ന. മുന്നിൽ വീട്ടിലാളെ ഡേഞ്ചർ വീട്ടിലാളെ. ഉണ്ട്. നോക്കി നിനക്കും അടി വരും. അതിന്റെ ചോട്ടിൽ നിന്ന് അവന്മാർ അടിക്കുന്നു. മാറി മുന്നിൽ ഡേഞ്ചർ ഉണ്ട്. കൊടുക്കാറുണ്ട്. നോക്കിട്ടടാ ആരില് ഇല്ലല്ല. Help! നോക്കി എടാ ബാക്കിൽ ഒരു യൂസി കൊടുത്ത് അടിച്ച അവിടെ നോക്കുണ്ട് അവനെ ഫിനിഷ് ചെയ്യും. മയില് രണ്ടാളായിരുന്നു. ആ പാലത്തിന്റെ അപ്പുറത്ത് നോക്കുണ്ട്. ആ നീ നോക്കുന്നിടത്ത് AK നോക്കുന്നിടത്തെ നോക്കിയടാ അവന്മാര് നല്ല അടിയാടാ. അത്യാവശ്യം നല്ലോണം അടിക്കുന്നുണ്ടോ. Awesome. ആളായിരുന്നു. മൂന്നാള്. സോണോട്ടാണ് ഇവ ഇറങ്ങുന്നു. എടുക്കാം മുന്നിൽ ഡേഞ്ചർ സുഖാണോ? ഉണ്ട്. Awesome. വിട്ടോ നീ കേറിക്കോ. ഞാൻ പുറകുണ്ട്. രണ്ടിനും ഫിനിഷ് ചെയ്ത്. നിങ്ങൾ നോക്ക്. ടോട്ടൽ 3 ആള്. നിങ്ങൾ 2 പേര് ആ മൂട്ടിലുണ്ട്. അവനെ ഞാൻ നോക്ക് ഇട്ടപ്പോ അവനെ മറ്റവനെ എടുത്തു. Awesome. മുന്നിൽ നോക്കാം. ഡേഞ്ചർ ഉണ്ട്. കുഴപ്പമില്ല. ഫിനിഷ് ചെയ്തതാ എനിക്ക് പറ്റി. ഞാൻ അവനെ അടിച്ചാൽ മതിയായിരുന്നു. ഞാൻ സ്കോപ്പ് ചെയ്ത് നോക്കിയപ്പം അവൻ കിടക്കുന്നവരെ എനിക്ക് തോന്നിയത്. അല്ലെ ഞാൻ അവനെ ആദ്യം അടിച്ചേ. നോക്കിനെ പിന്നെ അടിച്ചാൽ മറ്റവനെ ആദ്യം അടിക്കുന്നത്. നല്ല സ്പ്രേ കേട്ടോ. അവൻ അത്യാവശ്യം നല്ല സ്പ്രേ ആണ്. നോക്കി അടിക്കണേ. എനിക്ക് അവന്റെ അടി എത്ര സുഖമില്ലായിരുന്നു. ഒരു സുഖമില്ലാത്ത അടിയായിരുന്നു അവന്റെ അടി. കളി കളയല്ലേ. കേറണോടാ. കേറണം തോണ് കേറണം. അവിടെ തന്നെ ഉണ്ടാ. നമ്മുടെ റിപ്പോർട്ട് കാണിക്കുന്നേരം താഴെ എങ്ങനെ ജൂബിന് അവിടെ ഇവിടെ അവൻ നല്ല അടിയാടാ. അവൻ അത്യാവശ്യം നല്ലോണം അടിക്കുന്നുണ്ട്. അവനുണ്ട് അവിടെ. രണ്ടുപേര് രണ്ട് സ്ഥലത്തുനിന്ന് അടിക്കി. ഒരാൾ അടിക്കുമ്പോ മറ്റേ ആൾ അടിക്കും. എന്താ സുഖാണോ? എന്റെ മാറി സിംഗിള്. ഒരെണ്ണം കൊണ്ട് ഹെഡ്. കുഴപ്പമില്ല. അവൻ സ്മോക്ക് കിട്ടാത്ത. ഞാൻ എടുത്ത് നോക്കെടുത്തു. എന്റെ അടുത്ത് നീടിടുന്നേട്ടോ. നീടിടുന്നേ. നീടല്ലടാ. ഞാൻ പറഞ്ഞിട്ട് നോക്കാം. ലൈഫില്ല. നല്ല കുറവാണ്. കുഴപ്പമില്ല. കളിച്ചാ മതി. ഈ പാറ പറയത്തന്നെ ഇരിപ്പുണ്ട്. Marked a location. ലൈഫ് അടിക്കുന്നറാ. മെട്ടടിച്ച് എന്റെ പാറയുടെ ചുട്ടി തന്നെ ഉണ്ട്. എന്റെ പാറയുടെ ചുട്ടി തന്നെ ഉണ്ട്. ഒന്നും നോക്കണ്ട. എന്റെ പാറയുടെ ചുട്ടി നിങ്ങൾക്ക് കുപ്പി നീടുണ്ട്. കറക്റ്റാ വിടുന്നുണ്ടോ. ലൈഫ് ഇടി. അവനെ ആദ്യമേ അടിക്കായിരുന്നു. മാറിട്ട് ലൈഫ് ഫിനിഷ് ചെയ്യാൻ പോയത് എനിക്ക് മണ്ടത്തരായപ്പോ. എനിക്ക് അവൻ നൈസർ അടിക്കായിരുന്നു. അത്യാവശ്യം നല്ലോണം കളിച്ചേട്ടാ. അവന് സ്മോക്ക് ഇട്ട് പോച്ചാത്ത 3 സ്മോക്കില് മൊത്തം പോച്ചളഞ്ഞു. അടിക്കണം 2 സൈഡിൽ നിന്ന്.